ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഈ ഒരു വീഡിയോയിൽ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള 5 തരം ജ്യൂസാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നല്ല മധുരമുള്ള തണ്ണിമത്തൻ എടുത്തിട്ട് നല്ലതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അരിഞ്ഞെടുത്തതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എത്രയാണോ നമുക്ക് ജ്യൂസ് ആവശ്യമായിട്ടുള്ളത് അത്രയും പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ രുചി വേറെ ലെവലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3/4 ഗ്ലാസ്സോളം നന്നാരി സിറപ്പാണ്. അപ്പോൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നന്നാരി സിറപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ കുറേ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കാണാത്തതുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന തണ്ണിമത്തൻ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സോക്ക് ചെയ്തിട്ടുള്ള സബ്ജ സീഡ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് കസ്കസ് അതും കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റെഡിയാക്കിയ അതേ ഡ്രിങ്കിലേക്ക് തന്നെ അല്പം പുതിനയിലയും അല്പം പാലും കൂടെ ചേർത്തൊന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ വേറെ ലെവലിലേക്ക് മാറും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ഡ്രിങ്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മിൻറ്റ് ലീവ്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമാവും. ഈ നെക്സ്റ്റ് ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് കസ്റ്റാർഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് കസ്റ്റാർഡിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും അല്പം വാനില എസൻസും കൂടെ ചേർത്തിട്ട് കുറുക്കിയെടുത്ത് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നല്ല മധുരമുള്ള തണ്ണിമത്തൻ കുഞ്ഞായി ചോപ്പ് ചെയ്തത് ഒരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊരു തവി വെച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റാർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നല്ല അടിപൊളിയൊരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാട്ടർമെലൺ വെച്ചിട്ടൊരു മൊയ്ത്തോയാണ്. അപ്പോൾ അതിനായിട്ട് അല്പം വാട്ടർമെലൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്പം വാട്ടർമെലൺ എടുത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം പുതിനയില വേണം, അല്പം ഇഞ്ചി വേണം, ലെമൺ ജ്യൂസ് വേണം, ഷുഗർ വേണം, ലെമൺ പീസ് ഇതുപോലെ വട്ടത്തിൽ സ്ലൈസ് ചെയ്തത് വേണം, പിന്നെ അല്പം സോഡ കൂടി വേണം. ഇനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. ഒരു സ്റ്റീൽ ബൗളിലേക്ക് അല്പം പുതിനയിലയും അല്പം ഇഞ്ചിയും പിന്നെ അല്പം ഐസ് ക്യൂബ്സും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഇഞ്ചിയും പുതിനയിലയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്ന ഗ്ലാസ്സിലേക്ക് അല്പം തണ്ണിമത്തൻ നമ്മൾ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഇഞ്ചി, മിൻറ്റ്, ഐസ് ക്യൂബ്സ് അത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. ഇനി അല്പം ഐസ് ക്യൂബ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നല്ലതായിട്ട് ഉടച്ച് വെച്ചിട്ടുള്ള വാട്ടർമെലണും കൂടെ ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ലെമണും അതുപോലെ തന്നെ മിൻറ്റും കൂടെ ചേർത്ത് നമുക്ക് സോഡ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു വാട്ടർമെലണും അതുപോലെ തന്നെ ആ ഒരു സോഡയൊക്കെ കൂടെ മിക്സായി കിട്ടണം. അപ്പോൾ അതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൺ മൊഹിത്തോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മുഹബത്തിൻ്റെ സർബത്തായിട്ടുള്ള തണ്ണിമത്തൻ സർബത്ത് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നല്ല മധുരമുള്ള തണ്ണിമത്തന് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള സാഗോ സീഡ്സാണ് വേണ്ടത്. ഇനി ഒരു ബൗളിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് റോസ് മിൽക്ക് എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഷുഗർ പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചോപ്പ് ചെയ്തിട്ടുള്ള തണ്ണിമത്തനും അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള സാഗോ സീഡ്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം റോസ് സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം ചോപ്പ് ചെയ്തിട്ടുള്ള തണ്ണിമത്തൻ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തണ്ണിമത്തൻ സാഗോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആ ഒരു റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു തണ്ണിമത്തനും കൂടെ ഇട്ട് കൊടുക്കാം. റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നല്ലൊരു അടിപൊളി ഡ്രിങ്കാണിത്. ഇനി അടുത്ത ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തണ്ണിമത്തൻ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം.
അല്പം തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാൻ തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാൽ ഞാൻ അവിടെ ഐസ് ക്യൂബ്സ് ആക്കി വെച്ചിട്ടുള്ളതാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം വെള്ളം കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സോക്ക് ചെയ്തിട്ടുള്ള സബ്ജ സീഡ്സും അതുപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ടുള്ള തണ്ണിമത്തനും കൂടെ ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ നട്ട്സും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തണ്ണിമത്തൻ വെച്ചിട്ട് ഈ കാണിച്ചിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസുകളാണ് എല്ലാം. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.